യേശുവിൻ്റെ ഉപവാസം. യേശുവിൻ്റെ ഉപവാസത്തെക്കുറിച്ചുള്ള പ്രധാന വിവരണം മത്തായി 4:1-11 ലൂക്കോസ് 4:1-13 കാണാം. സാധാരണയായി യേശുവിൻ്റെ 40 ദിവസത്തെ ഉപവാസം എന്ന് വിളിക്കപ്പെടുന്ന ഈ സംഭവം യേശുവിൻ്റെ ശുശ്രൂഷയുടെ തുടക്കത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൊന്നാണ്. ഇതിൽ യേശു എങ്ങനെ ഉപവസിച്ചു, അതിൻ്റെ ആത്മീയ അർത്ഥമെന്ത് എന്നീ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. യേശു യോർദാൻ നദിയിൽ യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചതിന് ശേഷം പുണ്യാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ഇത് സൗകര്യമുള്ള സ്ഥലം അല്ലായിരുന്നു. കടുത്ത ചൂടും തണുപ്പും ഭക്ഷണമോ സൗകര്യമോ ഇല്ലാത്ത ഒരു വ്യോമ പ്രദേശം. യേശു അവിടെ പോകാൻ തീരുമാനിച്ചത് തൻ്റെ പൊതു ശുശ്രൂഷയ്ക്കായി ആത്മീയമായി തയ്യാറാകുന്നതിന് ആയിരുന്നു. അവൻ ഒറ്റപ്പെടൽ തിരഞ്ഞെടുത്തത് പ്രാർത്ഥനയിലും ദൈവചിന്തയിലും മുഴുകുന്നതിനായി. യേശു 40 ദിവസം 40 രാത്രിയും ഭക്ഷണം കഴിക്കാതെ ഉപവസിച്ചു. ആ സമയത്തിൻ്റെ അവസാനം അവൻ വിശന്നു എന്ന് ബൈബിൾ പ്രകാരം. ഇത് പൂർണ്ണമായോ പൂർണ്ണത്തിനടുത്തോ ആയ ഒരു ഉപവാസമായിരുന്നു. യേശുവിൻ്റെ ഉപവാസം ഭക്ഷണം മുഴുവൻ ഒഴിവാക്കിയ കഠിന ഉപവാസം ആയി മനസ്സിലാക്കപ്പെടുന്നു. പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും അവൻ്റെ ബലമായിരുന്നു. ഈ സമയത്ത് യേശു ആഴത്തിലുള്ള പ്രാർത്ഥനയിൽ മുഴുകുകയും വചനത്തെ ധ്യാനിക്കുകയും മുന്നിലുള്ള ദൗത്യത്തിനായി തൻ്റെ മനസ്സിനെ തയ്യാറാക്കുകയും ചെയ്തു. ഉപവാസം അവന് ശാരീരിക ഉപക്ഷേപ പാത്രമല്ലായിരുന്നു. അത് പൂർണ്ണമായ ദൈവവിശ്വാസവും സമർപ്പണവുമായിരുന്നു. ശരീരം ദുർബലപ്പെട്ടപ്പോൾ ആത്മാവ് കൂടുതൽ ശക്തിയായി. ഉപവാസത്തിന്റെ അവസാനം സാത്താൻ യേശുവിനെ 3 വലിയ പരീക്ഷണങ്ങളിലൂടെയാണ് പരീക്ഷിച്ചത്. ഈ പരീക്ഷണങ്ങൾ അവൻ്റെ വിശപ്പിനെയും ദൈവപുത്രനായുള്ള അവൻ്റെ തിരിച്ചറിയലിനെയും അവൻ്റെ ദൗത്യത്തെയും ലക്ഷ്യമിട്ടവയായിരുന്നു. എന്നാൽ യേശു ഓരോ പ്രാവശ്യവും വചനത്തെ ഉദ്ധരിച്ച് മറുപടി നൽകി. ഇതിലൂടെ പരീക്ഷണങ്ങളെ ജയിക്കാൻ ദൈവവചനമാണ് യഥാർത്ഥ ശക്തിയെന്ന് കാണിച്ചു. ഉപവാസം ഒരു ശാരീരിക പരിശീലനം മാത്രമല്ല, വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന ആത്മീയ പോരാട്ടം ആണെന്ന് ഇത് തെളിയിക്കുന്നു. ഇങ്ങനെ യേശു ഉപവസിച്ച രീതി ഒറ്റപ്പെടൽ, പ്രാർത്ഥന, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക, വചനധ്യാനം എന്നിവയായിരുന്നു. മനുഷ്യരുടെ ആത്മീയ ജീവിതത്തിനായി ഉപവാസം ഒരു പാതയാണ്. ദൈവത്തെ അന്വേഷിക്കാനും പരീക്ഷണങ്ങളെ ജയിക്കാനും ദൈവത്തിൻ്റെ ദൗത്യത്തിന് ഹൃദയത്തെ തയ്യാറാക്കാനും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.